ചപ്പാത്തിക്കും പൂരിക്കും ബ്രെഡിനും അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതിയേ. നല്ലൊരു എഗ് ബുർജിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ. കടായിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കടുക് ഇട്ട് പൊട്ടിക്കുക. വളരെ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതാ ലൈറ്റായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിരിക്കണേ. ഇത് ചോപ്പറിനകത്ത് അരിഞ്ഞത്. ചോപ്പറിനകത്ത് അരിയുകയാണെങ്കിൽ ബെസ്റ്റായിരിക്കും. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ചിലർ ഇതിനകത്ത് ഇഞ്ചി ചേർക്കുന്നവരുണ്ട്. ഇഞ്ചി ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ചേർക്കുന്നതിനോട് ഒപ്പം തന്നെ ചേർക്കാവുന്നതാണ്. അതിന് ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുവേ. ഇത് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിടണേ. നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പച്ചമുളക് അടിക്കുന്ന ഒരു ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ. ഇവിടെ പച്ചമുളക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞിടണേ. ഇനി പച്ചമുളകോടെ ഒന്ന് വഴന്ന് കിട്ടണം. കൂടെ തന്നെ സവാളയുടെ ബാക്കി വഴറ്റിയെടുക്കാം. ഇതാ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നല്ല പഴുത്ത നോക്കി 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലും കുറച്ചുകൂടെ ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ചോപ്പറിൽ അരിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് വെള്ളമായി പോവേ. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. എന്നാൽ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വെന്ത് വാടി കിട്ടണം. കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം. ഇതൂടെ ചേർത്ത് ബാക്കിയൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ തക്കാളിയൊക്കെ അതിൻ്റെ ആ വെള്ളമയൊക്കെ ഒന്ന് തോർന്ന് വിട്ടിട്ടുണ്ട്. വഴന്നിട്ടുണ്ട്. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊരൽപ്പം ഉപ്പും ഒരൽപ്പം കുരുമുളക് പൊടിയൂടെ ചേർത്ത് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുകൂടെ ചേർക്കുവാണേ. ഇതാ മുട്ട ഒഴിച്ചിട്ടുണ്ട്. മുട്ട ഒഴിച്ച ഉടനെ തീ കുറച്ച് കൂടുതലായിട്ട് കൂട്ടിക്കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്ത കാരണം സൈഡൊക്കെ ഒന്ന് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒട്ടാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഒരു സ്റ്റീൽ തവി എടുക്കുക. സ്റ്റീൽ തവി എടുത്ത് സൈഡ് ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. പെട്ടെന്ന് അതെല്ലാം അങ്ങ് വിട്ട് വരും. ഇനി ഈ നനവ് തോരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. തീ ഈ സമയത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് വെച്ച് കൊടുക്കണേ. കുറേശ്ശെയായിട്ട് ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു തേങ്ങാപ്പീര പോലെ ഇങ്ങനെ വരണം. അതുവരെ ഇളക്കണേ. കുറച്ചൊക്കെ നനവ് തുറന്നു കഴിയുമ്പോഴത്തേന് പെരുംജീരകമാണ് പൊടിച്ചത്. പെരുംജീരകം മാത്രമായിട്ട് പൊടിച്ചത്. അപ്പോൾ തന്നെ എടുത്ത് നമ്മൾ പൊടിച്ച കുറച്ച് നല്ല ഫ്ലേവറായിരിക്കുമേ. കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇനി ബാക്കിയോടെ ഒന്ന് നല്ല പീര പോലെ വരണേ. ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിലെല്ലാം ഒട്ടിപ്പിടിച്ചെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില താല്പര്യം ഇല്ലാത്തവർക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. മല്ലിയില നല്ലൊരു ഫ്ലേവറാണ്. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ചുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് തോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പീര പോലെ കിട്ടണം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇതുപോലെ ബ്രെഡിനിടയ്ക്ക് ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുക്കാനും പറ്റിയൊരു ഡിഷാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ലൈറ്റായിട്ട് കുട്ടികൾ അറിയാതിരിക്കാൻ വേണ്ടി കുറച്ച് ക്യാരറ്റ് കൂടെ ലൈറ്റായിട്ട് കുത്തി എറിഞ്ഞിടാവുന്നതാണ്. കുറച്ചളവിലിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.